ഹരികൃഷ്ണന്മാരെ ഒന്നിച്ചു നിൽക്കുമ്പോഴുള്ള പ്രൗഢിയും പ്രതാപവും ഒക്കെ എന്നും ഇങ്ങനെ കാണണമെന്ന് ഈ സുന്ദരൻ വക്കീലിന് ആഗ്രഹമുണ്ട്. രണ്ടുപേരും എന്തു പറയണം? ഞാൻ നിൽക്കണോ അതോ പോണോ? ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് വക്കീൽ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. ഇനി ഈ കേസ് കഴിഞ്ഞതിന് ശേഷമേ മറ്റേത് കാര്യത്തിലും ശ്രദ്ധിക്കുന്നു ഞാൻ വക്കീലിന് വാക്ക് തരുന്നു. ഞാൻ ഇനി പോവോ? പോകുന്നില്ലേ? ഞാൻ പോണില്ല. വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗുപ്തനുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന 6 അംഗ സംഘത്തിന്റെ കുറെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്തിപ്പുഴ സെന്റ് ഫ്രാൻസിസ് കോളേജിലെ വിദ്യാർത്ഥികളാ. ഈ മോഹിനി വർമ്മയെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം ഇവന്മാർക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇവിടെ താമസിച്ച് കേസ് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. അതിന് അത്തിപ്പുഴ പോയിട്ട് രഹസ്യമായിട്ട് താമസിച്ചേ പറ്റൂ. എന്നാ നാളെ തന്നെ പുറപ്പെടാം. അതാ നല്ലത്. എനിക്കൊരാളെ കാണാനുണ്ട്. അതിപ്പോ പറയില്ല. അപ്പൊ നാളെ നമ്മൾ ഈ പൊന്നൂരിനോട് വിട പറയുന്നു. ഹരികൃഷ്ണൻ അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട് ഉപജീവനം നയിക്കുന്ന ഒരു പാവപ്പെട്ട വക്കീലാ ഞാൻ. എന്നെ പോലെ ഒത്തിരി ഒത്തിരി പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. കുട്ടിയെ പ്രതി ഹരികൃഷ്ണന്മാരുടെ 2 പേരുടെയും മനസ്സിന്റെ ഉള്ളില് ഒരു മോഹം വളർന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവ. കുട്ടിക്കും മനസ്സിലായി കാണുമല്ലോ അത്. അതിങ്ങനെ തുടർന്നു പോയാൽ അവര് 2 പേരും തമ്മിലടിച്ച് ഈ സ്ഥാപനം തന്നെ ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഞാൻ നാളെ തന്നെ അവരെ ഓടിക്കുക അത്തിപ്പുഴയ്ക്ക്. ഇനി ഇങ്ങോട്ട് വരില്ല. അവര് ചെയ്ത തെറ്റിനും മാപ്പ് പറയാനും ഒക്കെ മറക്കണമെന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്നങ്ങനെ മറക്കാൻ പറ്റുന്നതല്ല. അവരുടെ സ്നേഹം സത്യമാണോന്ന് എനിക്കറിയണം. സത്യമാണെങ്കിൽ ആരാ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നെന്നും എനിക്കറിയണം. എന്റെ വാശി അതൊന്ന് കൂട്ടിക്കോ. പെണ്ണുങ്ങളായ പെണ്ണുങ്ങളൊക്കെ പിന്നാലെ നടക്കുകയല്ലേ. ആ കൂട്ടത്തിലൊരു പെണ്ണാ ഞാനും. ചുരുക്കി പറഞ്ഞ എനിക്ക് അവരെ ചുമ്മാതങ്ങ് വിടാൻ ഉദ്ദേശമില്ലെന്ന് സാരം. വിടണ്ട വിടണ്ട. പിന്നെ ഞാനിവിടെ വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു അവരോട് പറയണ്ട. പറയൂ. ഇനി ഇവിടെ ഓഫീസിൽ ആരെങ്കിലും 2 പേര് മതി. ബാക്കിയുള്ളവരൊക്കെ നേരെ ഹെഡ് ഓഫീസിലേക്ക് പോയിക്കോട്ടെ. എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് താനും പോരെ എത്തിപ്പോഴേക്കും. മോളും ഭർത്താവൊക്കെ സിംഗപ്പൂരിൽ വരുന്നുണ്ട്. വരേണ്ടവരൊക്കെ വരട്ടടോ വക്കീലെ. വക്കീലന്മാരുടെ യാത്രാ രഹസ്യമൊന്നും ചോർത്തിയിട്ടില്ല. മോഹിനി വർമ്മയെ തേടിയുള്ള യാത്രയിൽ ഞാനും കൂടെ ഉണ്ടാവണം എന്നുണ്ട്. രഹസ്യം ചോർത്തിയിട്ടില്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല. ഏതായാലും തയ്യാറായി വന്ന സ്ഥിതിക്ക് തടസ്സം പറയാൻ വകുപ്പ് കാണുന്നില്ല. എങ്ങോട്ടൊക്കെ പോകുമെന്നോ എത്ര നാൾ പാർക്കുമെന്നോ ഒന്നും തീർത്തു പറയാൻ പറ്റാത്ത യാത്രയാണ്. ആയിക്കോട്ടെ, കയറിക്കൊള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ 2ൽ 1 എളുപ്പറിയാം. തോമസ് മാത്യു, സ്റ്റീഫൻ, രാധാകൃഷ്ണൻ, സുദർശനൻ, ക്ലീറ്റസ്, ബഷീർ ഇവരാണ് ആ 6 അംഗ സംഘം. പക്ഷെ ഈ പറയുന്ന മോഹിനി വർമ്മയും ഇവരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. ഗുപ്തൻ സാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ 6 പേരിൽ ഒരാൾ പോലും ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടില്ല. വാർഡൻ എന്ന നിലയ്ക്ക് സാറെന്ത് പറയുന്നു? ഞാൻ വീടുകളിൽ അന്വേഷിച്ചു. മിക്കവരും ഫോണിലൂടെ വീടുമായി ബന്ധപ്പെടാറുണ്ട്. ടൂറിലാണെന്നാണ് പറഞ്ഞത്. അതായത് ടൂർ എന്ന പേരും പറഞ്ഞൊരു മുങ്ങൻ അല്ലേ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓ, താങ്ക് യു വെരി മച്ച്.
സുന്ദരം വെക്കിലെ ആ 6 എണ്ണന്മാരിവിടെ ഏതോ രഹസ്യത്താവളത്തിൽ മുങ്ങിരിക്കുക. അവരുടെ വീട്ടഡ്രസ് ഫാക്സ് ചെയ്യുന്നുണ്ട്. താവളം ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അറിയിക്കണം. എന്നാലേ ഒരു ഇഞ്ച് ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ. താമസം ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ, ഭക്ഷണം ഹോട്ടലില്. മോഹിനിയെ 9 ദിവസത്തിനകം എന്റെ മുൻപിൽ നിർത്തിത്തരാമെന്ന് പ്രോമിസ് ചെയ്തതാ. ഇനി 3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതെ, ഇനി 3 ദിവസം കൂടെ ഉള്ളൂ കിള്ളിക്കൽ കോയിലത്തെ 10ാം ഉത്സവത്തിന്. അന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ നിറവേറ്റാനുണ്ട്. അതിന് അവസാനത്തെ കണ്ണിയായി 6 അംഗ സംഘത്തിന് കിട്ടണം. ഗുപ്തൻ പൊന്നൂരിലെത്തുന്നതിന്റെ തലേ ദിവസം ഇവരും പൊന്നൂരിലെത്തി. ഹോട്ടൽ വൃന്ദാവനിൽ ഈ 6 അംഗ സംഘം 2 മുറികളിലായിട്ട് താമസിച്ചു. ദിവസവും ഗുപ്തനെ ഫോളോ ചെയ്തു. ഗുപ്തൻ കൊല്ലപ്പെട്ട അതേ രാത്രിയിൽ അവർ അവിടെ നിന്ന് മുങ്ങി. ഓക്കെ, മീരയ്ക്ക് ഞങ്ങൾ അവിടെ റൂം അറേഞ്ച് ചെയ്യേണ്ടത് YWCAയിലോ അതോ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ? അവിടെ നിങ്ങളോടൊപ്പം ഞാനും കൂടിക്കൊള്ളാം. എന്താ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അവിടെ ആകെ 2 മുറികളേ ഉള്ളൂ. അതില് ഒന്നേ വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ആകെ അലങ്കോലമായി കിടക്കുക. ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം. വേണ്ട, ഞങ്ങൾ വൃത്തിയാക്കണം. ഞങ്ങൾ വൃത്തിയാക്കണം. അതെടുത്ത് മാറ്റ്. അങ്ങനെ ഇപ്പൊ എന്റെ നീലയുടെ പുറത്തേറ്റ് റോസ് വിരിക്കണ്ട. പിന്നെ എന്റെ റോസിന്റെ പുറത്തേറ്റ് നീല വിരിക്കണം. അതങ്ങ് പെൺമേലെ പോയി പറഞ്ഞാൽ മതി. മാറ്റി ഞാൻ സമ്മതിക്കാൻ. എന്നാ ഒരു കാര്യം ചെയ്യാം. പാതിക്ക് പതി വിരിക്കാൻ. പാതിക്ക് വിരിച്ചു. കൊതി തരട്ടെ. കിട്ടാൻ പോകുന്ന പെണ്ണിനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കാൻ പോലും സമ്മതിക്കാന്ന് വെച്ചാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന തന്നെയാണ്. പക്ഷെ ആണുങ്ങളെ ആണെന്നേ ഉള്ളൂ. ആ ആണാണ് ഈ നീല വിരിപ്പ് വിരിച്ചോണ്ടിരിക്കുന്നത്. ആ പാർട്ടിയാണ് ദാ ഇപ്പൊ ഈ റോസ് കവർ ഇട്ടോണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇട്ടോ. പക്ഷേ മീര കിടക്കാൻ പോകുന്ന ഈ നീല വിരിപ്പിന്റെ ഭാഗത്താണ്. ഈ റോസ് വിരിപ്പിൽ മീര ചരിഞ്ഞു കിടന്നുറങ്ങുന്ന രാത്രി എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു. ആരും കാണിക്കട്ടെ, ഞാൻ തന്നെ വന്ന് കണ്ടോളാം. ഞാനും പ്ലീസ്. പെട്ടെന്ന് അറേഞ്ച് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്നെ വിളിച്ചാൽ ഗുഡ് നൈറ്റ്. വെരി ഗുഡ് നൈറ്റ്. കാണാം. നമ്മൾ രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോ മീര കാണാം എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചു. കഥകകത്തെന്ന് കുറ്റിയിടാതിരുന്ന് ശ്രദ്ധിച്ചു. എന്തായിരിക്കും ഉദ്ദേശം? വലിയ വലിയ ഉയർന്ന നിലയിലൊക്കെ ചിന്തിക്കുന്ന കക്ഷിയല്ലേ. നമ്മൾ ചീപ്പാകുന്നുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് ആയിരിക്കും. ചീപ്പാകണ്ട അല്ലേ? നമുക്ക് സുഖമായിട്ട് കുളിച്ചിട്ട് പോയി കിടന്നുറങ്ങാം. കിണ്ണ, നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മളുടെ കൂടെ ഇറങ്ങി തിരിച്ച ഒരു പെണ്ണാണ് മുകളിലുള്ളതെന്ന് നമ്മൾ ഓർക്കണമല്ലേ? അത് ഓർക്കുമ്പോഴാണ് ഉറക്കം വരാത്തത്. ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് കിടന്നുറങ്ങാം അല്ലേ? കൊള്ളാം, നല്ല ആശയം. എന്നാലും ഹരേ, ഞാൻ ഇന്ന് രാത്രി ചിലപ്പോ ചീപ്പായി പോകും. ഞാൻ അതിലും ചീപ്പായി പോകും. എന്ത് ചെയ്യും? ഒരു പണിയുണ്ട്. സംഗതി അല്പം തറയാണ്. വേറെ മാർഗമില്ല. ഹരേ ചീപ്പാകാതിരിക്കാൻ ഞാനും, ഞാൻ ചീപ്പാകാതിരിക്കാൻ ഹരയും ചെയ്യുന്ന ഒരു സഹായം. നമുക്ക് ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് കിടക്കാം. എനിക്ക് നല്ല രസം.
ഹരിക്ക് എനിക്ക് അതിനേക്കാളും രസം. എന്താ രണ്ടുപേരും കൈകൂട്ടി കെട്ടിയിരിക്കുന്നത്? അത് ഞങ്ങൾ ഉറക്കത്തിൽ പോലും വിചാരിക്കാൻ വേണ്ടിയാ. അതിനുള്ള ഒരു വ്യായാമ മുറയാണ് അഭിമാന സംരക്ഷണം എന്ന് പറയും. പണ്ടത്തെ ഋഷിമാര് വികസിപ്പിച്ചെടുത്താണ്. അതെ, ഈ വാത്സ്യായന മഹർഷിയുടെ ശിഷ്യന്മാരല്ലേ അവര്. വാത്സ്യായന ശാസ്ത്രമൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ രണ്ട് ശിഷ്യന്മാരെ ആദ്യമാ. അപ്പോ വാത്സ്യായന ശിഷ്യന്മാരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. രാവിലത്തേക്കുള്ള ഭക്ഷണം എവിടുന്നാ? ഹോട്ടലിൽ നിന്ന് 2 ദിവസം നമ്മൾ ഇവിടെ കാണില്ലേ? കാണും. അപ്പോ ഞാൻ വെച്ച് വിളമ്പി തരാം. എന്താ? പക്ഷെ ഒന്നുമില്ല ഇവിടെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം. ഞങ്ങള് വാങ്ങണ്ട, രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം വാങ്ങിയാ മതി. കോടതിയും കേസും മാത്രല്ലല്ലോ ജീവിതം. ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ വീട്ടുകാരന്റെ റോളിൽ ആരാ കൂടുതൽ ശോഭിക്കുന്നതെന്ന് എനിക്കറിയണം. ഒരു പരീക്ഷണം. ഇത്ര പെട്ടെന്ന് വാങ്ങിയോ? എല്ലാം സകലതും. ആദ്യം വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റൗവും തുടങ്ങാം. ദാ ഒരു ഇലക്ട്രിക് സ്റ്റൗ. ഈ കറണ്ട് കട്ടിന്റെ സമയത്ത് ആരെങ്കിലും ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിക്കുമോ? അത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ഉപയോഗത്തിന് ഗ്യാസ് സ്റ്റൗ ആണ് നല്ലത്. ഏതരം സ്റ്റൗ ഉപയോഗിച്ചാലും കൈ പൊള്ളാതെ നോക്കണം. അഥവാ കൈ പൊള്ളിയാൽ തന്നെ പുരട്ടാനുള്ള ഓയിൻമെന്റ് 2 ഉണ്ട്. കൈ പൊള്ളാത്ത തരത്തിലുള്ള പാന്, ചട്ടങ്ങൾ, പാത്രങ്ങൾ. അടുക്കള പെരുമാറുമ്പോൾ ഉപയോഗിക്കാനുള്ള ഗ്ലൗസാ. ഗ്ലൗസ്. കറിക്കൂട്ടുകളൊന്നും വാങ്ങിച്ചില്ലേ? പിന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലി, ജീരകം, പെരുംജീരകം, കടുക്, കറുവപ്പട്ട, കായം, കുടംപുളി, വാളംപുളി, സാമ്പാർ പൊടി, മുട്ട മസാല, മീൻ മസാല, ഇറച്ചി മസാല, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ചുക്ക്. മുരിക്ക, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, കാച്ചില്, വെള്ളരിക്ക, ചേന, ചേമ്പ്, തക്കാളി, പച്ചക്ക, കറിവേപ്പില, തുളസിയില, നാരങ്ങ, പഴം, പയറ്, പടവലങ്ങ, വഴുതനങ്ങ, പാവയ്ക്ക, പീച്ചിങ്ങ, ഓമയ്ക്ക, കാബേജ്, നീലച്ചീര, പച്ചച്ചീര, ചുവന്നീര, ചേര. അരിപ്പൊടി, ഗോതമ്പ് മാവ്, റവ, ഉഴുന്ന് പരിപ്പ്, കാപ്പിപ്പൊടി, തേയില, പഞ്ചസാര, ജാം, സ്ക്വാഷ്, വിം, കപ്പ്, സ്വാതന്ത്ര്യ പ്ലേറ്റ്, സ്പൂണ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ടൂത്ത് പിക്ക്, ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, മാംഗസ്റ്റൈൻ, സപ്പോട്ട, ചക്ക, മാങ്ങ, തേങ്ങ, ബ്രോയിലർ ചിക്കൻ, നാടൻ കോഴി, മട്ടൻ, ബീഫ്, റൊട്ടി, മുട്ട, പാല്, ചെലവ, വെട്ടുകത്തി, പിച്ചാത്തി, ഇലവാങ്ങ്, കോടാലി, അരകല്ല്, ആട്ടുകല്ല്, മിക്സി, കാസറോള്, കത്തി. മതി. ഇനി പാചകം. റെഡി. അടുക്കളപ്പണി പെണ്ണിന് മാത്രമാണ് എന്നുള്ള ധാരണ ശരിയല്ല. ആണും പെണ്ണും അടുക്കള ഒരുപോലെ പങ്കുവയ്ക്കണം. അടുക്കളപ്പണിയിൽ പ്രധാനം വൃത്തിയാക്കലാണ്. ആണുങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം അതാണ് ഏറ്റെടുക്കണം. കണ്ടോ, ഹെൽപ്പ് ചെയ്യാന്നുള്ള ധാരണയെ തെറ്റ്. ഇതൊക്കെ ഒരുമിച്ചുള്ള കൂട്ടു ഉത്തരവാദിത്വമായിരിക്കണം. മതി. ഇനിയുള്ള ജോലികളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ടേസ്റ്റുകളൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്തിരി എരിവൊക്കെ വേണം. എനിക്ക് ഇത്തിരി എരിവ് കുറഞ്ഞാലും ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് വേണം. ശരി, അപ്പൊ കുളിച്ചു ഒരുങ്ങിക്കോളൂ. ഓക്കെ.